ഹായ് ചെയ്യുമാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ യാത്രയപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ലെങ്ത് ആക്കിയിട്ടൊന്നും ഞാൻ കൊണ്ടുപോകണില്ല. ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും കാണിക്കണില്ല. ഞാൻ തന്നെ ഒന്ന് ഓടാനൊന്നും വേണ്ടിയിട്ട് വല്ലാതെ പോവുകയില്ല. പക്ഷെ എന്നാൽ പോലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നമുക്ക് നിർത്താം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അതിനായിട്ട് അത് ഞാനിപ്പോൾ ഒരു ഷോട്ട് എടുത്ത് നാളത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി. ഞാൻ ശരിക്കും വീഡിയോ എടുക്കണം കരുതിയതല്ല. പക്ഷേ അവൻ യാത്രയാവുന്ന വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതാണ്. ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കൊണ്ട് തമിഴ്നാട് മുഴുവൻ കറങ്ങി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും എൻ്റെ അടുത്ത് പോകാൻ മനസ്സില്ലാതെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൽ നിന്നൊക്കെ അവനെ പിന്തിരിപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് അവനെ യാത്രയാക്കുകയാണ്. ഭഗവാനെ വണ്ടിൻ്റെ ചാവി രാവിലെ ഷുഗർ വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ബാറ്ററി ഇറങ്ങിപ്പോകും ചിലപ്പോൾ. അങ്ങനെയെങ്കിൽ അവനെ യാത്രയാക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഇത് യാത്രയപ്പ് വീഡിയോ ആണ്. യാത്രയപ്പ് വീഡിയോ. ഇവനെയാണ് നമ്മൾ യാത്രയാക്കാൻ വേണ്ടി പോകുന്നത്. KL55 2970 എന്ന് പറയുന്ന ഈ വണ്ടി നമ്മളെ കൊണ്ട് തമിഴ്നാട് ഫുള്ള് കറങ്ങി സുഖസുന്ദരമായിട്ട് ആ വണ്ടിനകത്ത് തന്നെയാണ് കിടന്നിരുന്നത്. എന്താ പറയുക, നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത് തന്ന വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടാത്തൊരു വണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒമിനി ആയിരുന്നു, കൂമൻ. ഇവനും നമ്മൾ കൂമൻ എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. നമ്മളുടെ എല്ലാ വണ്ടിക്കും, നമ്മൾ യാത്ര പോകുന്ന എല്ലാ വണ്ടിക്കും നമ്മൾ കൂമൻ എന്ന് തന്നെയാണ് പേരിടാറ്. ഞാൻ പേരിട്ട് തുടങ്ങിയ അവിടെ തൊട്ട്. എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം ഇവൻ യാത്രയാവുകയാണ്. അപ്പോൾ ഇവൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് കൊടുക്കണം. ഇതിനകം നമുക്കൊന്നുകൂടി നോക്കാം. വണ്ടി കഴുകിയിട്ടൊന്നുമില്ല എന്നുള്ളത് ഞാൻ ഇവൻ്റെ പുതിയ മുതലാളിനോട് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വണ്ടി ഒന്നും കഴുകണ്ട. ഞാൻ ഇന്നലെ കുറച്ച് തിരക്കായി പോയി. അതിനകത്ത് കണ്ട എൻ്റെ മോനെ, ഇതാണ് ഇവരുടെ കോട്ടയാണിത്. പൂച്ചകളുടെ കോട്ടയാണ്. അദ്ദേഹം വരുമ്പോഴേക്ക് സീറ്റെങ്കിലും നമ്മൾക്കൊന്ന് തുടച്ചിടാം. അല്ലാന്നാണെങ്കിൽ മോശമാണ്. ഇതൊക്കെ ഇവരുടെ കോട്ടയാണ്. അവർ കിരപ്പാക്കി വണ്ടി. ഞാനൊന്ന് ഇളം കേക്കിൽ കഴുകി നിർത്തിയതായിരുന്നു. മാറ്റില്ല കേട്ടോ ഈ വണ്ടിക്ക്. മാറ്റില്ല എന്നുള്ളതൊരു മറ്റു പ്രത്യേകതയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ഒരു മാറ്റ് ചവിട്ടി വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റ് നമുക്ക് ഇവിടെ നേരെയൊക്കെ ഒരു കഷ്ണം, ആ ഒരു മാറ്റിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ മേലുള്ള ഈ ഒരു കഷ്ണം നമുക്ക് തൽക്കാലം ഫ്ലാറ്റ് ചവിട്ടാതെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അതവിടെ വണ്ടിയുടെ ബാറ്ററി മാറ്റണം. എന്തൊക്കെയായാലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടി പോകുമ്പോഴേക്ക് നമുക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അത് നോക്കണ്ട. നമ്മൾ അടുത്തൊരു വണ്ടി നമ്മൾ എടുക്കും. അത് ഇവൻ അറിയണ്ട. ഇവൻ കേൾക്കാതെ വേണം ബാക്കി പ്ലാനൊക്കെ പറയാം. അവൻ പോയി വരണ്ട. അവരുടെ കൂടെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ. പോയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. ഇനി ഞാൻ എന്തായാലും ഓട്ടോ ലൈഫ് ചെയ്യുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചതാണ്. ഓട്ടോ ലൈഫ് ചെയ്യുന്നത് ഈ ഒരു ഓട്ടോ ഓടിച്ച് നമ്മളുടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്, ഒരു ഓട്ടോ തൊഴിലാളികളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇനി ഒരു ഓട്ടോ ലൈഫായിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഓട്ടോ കൊണ്ടൊരു യാത്ര പോവുകയാണെങ്കിൽ തന്നെ വലിയൊരു രീതിയിൽ കൊടുക്കും ഞാൻ പോവില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഉള്ളത്. തീരെ പോവില്ല എന്നല്ലായിരുന്നു. പോവുകയാണെങ്കിൽ തന്നെ 1000 കിലോമീറ്ററിനുള്ളിൽ ഒതുങ്ങുന്ന ഇടുക്കിലേക്ക് പോകും. ഓക്കെ, ഈ സൈഡത്തെ ഘട്ടം നമുക്കിങ്ങനെ ഈ ലെവലിൽ മടക്കിയിട്ട് വെച്ചാലോ. കൊള്ളാതെ അവിടെ കർട്ടനൊക്കെ മടക്കിയിട്ട് വണ്ടിയിലേക്ക് തന്നെ വെക്കണം. അങ്ങനെയെങ്കിൽ അവനൊന്ന് സ്റ്റാർട്ടിങ്ങിലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് അങ്ങാടിയിലേക്ക് പോകണം ചിന്നുവിൻ്റെ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 9:25 ആയിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോഴാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് പോയി നോക്കാം. എന്തായാലും കാറ്റ് കുറവാണ് ആ വണ്ടി കൊണ്ട്. അതൊരു വിഷയമുണ്ട്. കൊണ്ട് പോയാൽ പഞ്ചറാകാക്കട്ടെ. എന്തായാലും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടുന്ന ഡ്രൈവല്ലേ, വെറുതെ മിസ് ചെയ്യണ്ട അല്ലേ.
റൈഡ് കഴിഞ്ഞു, അടിപൊളിയായി. ഇന്ന് അങ്ങാടി ലാബിൽ പോകണ്ടേന്നാ, ലാബിൽ പോയിട്ട് അവളുടെ ഷുഗറിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടിനെ ഇവിടേക്ക് നിർത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വരും. 9:30 ആകുമ്പോൾ കൊണ്ടുവരും അടുത്തെന്ന് പറഞ്ഞതാണ്. ഞാൻ വിളിച്ചു നോക്കട്ടെ എവിടെ എത്തി എങ്ങനെയായി എന്നൊക്കെ. പാണ്ടിക്കാട് എത്തിയെന്ന് പറഞ്ഞു. പാണ്ടിക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് 12 കിലോമീറ്ററോ 13 കിലോമീറ്ററോ എത്തേണ്ട സമയമായിട്ടുണ്ട്. ഓയ് വീട്ടിലല്ല വേണട്ടാ, മണിയേട്ടനെ കൊണ്ടുവന്നല്ലേ. ഞാൻ അങ്ങാടിക്ക് നമ്മളെ വണ്ടിയായിട്ടൊന്ന് പോയി. സൗസർമല പൈസൻ്റെ ആവശ്യമൊന്നും ഇല്ല, മണിയേട്ടനല്ലേ. എന്തൊക്കെയാ വെൽക്കം വെൽക്കം, സുഖല്ലേ? അറിയോ? ആർക്കറിയില്ല, പക്ഷെ ആര്യനെ അറിയാലേ. കൊണ്ടോ ശരിക്കും പിടിച്ച് എന്തൊക്കെയാ സുഖം? പേര് എനിക്കറിയാം, ഇവർക്കറിയില്ലല്ലോ. കയറി ആ തീരുക ഇവിടെ ഇരുന്നോളൂ. ഓള് ചെറുതായിട്ട് ടി വി കാണുന്നുണ്ട്, കാർട്ടൂണൊക്കെ കാണുന്ന പരിപാടിയിലായിരുന്നു. അല്ല, ലാബിൽ പോയിട്ടേ അത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നാളെ പോകണം. എന്താ ഇതിൻ്റെ ഗ്ലാസ് മുപ്പരൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ കറക്റ്റ് സ്ഥലം മേലാറ്റൂരോ മണ്ണാർക്കാട് അല്ലേ? ഓട്ടോപ്പാളം മണ്ണാർക്കാട് ആട്ടോ ആള്. സൗദിയിലല്ലേ? ജിദ്ദയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഏതായാലും ഇവനെ കൊണ്ടുപോവാണ്. വർക്ക്ഷോപ്പിൽ പോവാല്ലേ എന്നാ? ഡെയിലി എല്ലാ വീഡിയോക്കും നിങ്ങളെ കമന്റ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഇത്. ഏതായാലും അറിയാലേ. അതാണ് അത്. മാറ്റൊക്കെ ഞാനിവിടെ തൽക്കാലം ഇട്ടതാണ്. ഇതിന് മാറ്റില്ല. നിങ്ങൾക്ക് മാറ്റൊന്ന് മാറ്റിക്കോണ്ടു. വൃത്തിൻ്റെ അതന്നെ. ഇതൊന്ന് ഇതിപ്പോൾ കഴുകാത്തോണ്ടാണ് ഇതിങ്ങനെ. വൃത്തിക്ക് കേടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ മാതിരിയുള്ള 2006 ലുക്കല്ല, അതാണ് പറയുന്നത്. പിന്നെ 2006 ഈ മെയിൻ ക്ലാസ് ഇങ്ങനെ ഉണ്ടാവില്ല. 2-3 ക്ലാസ്സേ കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട് വണ്ടിക്ക്. പിന്നെ നമ്മളിപ്പോൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്തപ്പോഴേക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കുക വണ്ടി. എന്നോടിപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിർത്തുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് വണ്ടി കൊടുക്കൂ. ഞാൻ കൊടുക്കൂല. പിന്നെ എല്ലാവരും വിചാരിച്ചത് നമ്മുടെ വണ്ടിൻ്റെ എന്നുള്ളതാണ്, നാട്ടുകാരതും ചെക്കന്മാരതൊക്കെ. പിന്നെ ഇതിൻ്റെ മാറ്റ് ഞാൻ ഈ കർട്ടന് ബാക്കിൽ ഇട്ടിട്ടുണ്ടോ ഒന്ന്? സ്റ്റെപ്പിനെ കൊണ്ടുപോയിക്കോട്ടാ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അന്നുണ്ടായിരുന്ന ആ പുകയൊന്നും ഇപ്പല്ല. അതിങ്ങനെ നിർത്തിയിട്ടിട്ട് വണ്ടിക്ക് ഒന്ന് ഓടിയും ചെയ്തില്ലേ. ഇത് നമ്മളെവിടേക്ക് എത്തണ്ട അറിയാം ഞങ്ങൾക്കേ? നിലമ്പൂർ റോഡ് അറിയാം? ഇവിടുന്ന് കൊണ്ടുവരുന്നത് അറിയാം. അവിടുന്ന് നിലമ്പൂർ റോഡിന് കയറിയിട്ട് ഫെഡറൽ ബാങ്ക് കാണും. ഫെഡറൽ ബാങ്കിൻ്റെ മുന്നിൽ കൂടെ തന്നെ വഴി ഇങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ചാരിയിട്ട് തന്നെ കയറിപ്പോവും. ഒരു സാധാ വഴി തന്നെ. ഞാൻ വരാം അപ്പോഴേക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എത്തിരി നിർത്തി, ഞാൻ ഈ വണ്ടിയിട്ട് വരാം. ഒന്ന് മുണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പരെ കൊണ്ട് ആ വർക്ക്ഷോപ്പിലൊന്ന് പോയിട്ട് വരാം. കുറേ ആയില്ല വണ്ടി ഓടിച്ചിട്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റെക്ക് ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ വർക്ക്ഷോപ്പിലാണ്. വണ്ടീൻ്റെ ഓയിലൊന്ന് ചേഞ്ച് ആക്കാമെന്ന് കരുതി. അന്ന് ഞാൻ എല്ലാ പണി എടുത്തിക്കണം. നമ്മളാ ഒരു വീഡിയോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അടിപൊളി. ഓടിച്ച് നോക്കിയിട്ട് എന്താ അഭിപ്രായം? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? പിന്നെ നന്നായിട്ട് ഒന്ന് ഉഷാറായിട്ട് സർവീസ് ചെയ്താൽ തന്നെ വണ്ടി ഒന്ന് ക്ലിയർ ആവും. ഒക്കെ ഞാൻ പോയി കാണാം. നിങ്ങൾ വിളിക്കണം. ഇനി ഇവിടെ എന്തെങ്കിലും ആവശ്യം വിളിച്ചു, ഞാൻ വീട്ടിലുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എന്നാൽ വരണം. വണ്ടി നോക്കി കണ്ടുപിടിച്ചു. എന്താ പറയാ, അവന് പറഞ്ഞ പോലെ എൻ്റെ വിളിച്ച് കേട്ടോ. ഞാൻ വീട്ടിലുണ്ട്. ഞാൻ ചെറിയൊരു പരിപാടിയിലാണ് അവിടെ. ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സും ഹൗസിങ്ങും നോക്കൂട്ടോ. പിന്നെ ആ ബ്രേക്ക് ഓയിൽ അതാണ് അത് ടൈറ്റ് ആവണില്ല. രണ്ട് മാറ്റാവും ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പോയി തരാം കേട്ടോ. നിങ്ങൾ വിളിക്ക്, വീട്ടിലെത്തി എന്തായാലും വിളിക്ക് കേട്ടോ. ആയിക്കോട്ടെ ഏട്ടാ, ഓട്ടം നടക്കട്ടെ. അപ്പോൾ ഷറഫ് വെക്കാനെ വർക്ക്ഷോപ്പിലാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്.
ആ ഓപ്പൺ ആക്കൂ നോക്കട്ടെ. ഓണാക്കൂ. തുറക്കൂ. എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 3 പെന്ന്, 3 പെൻസില്, ചോക്ലേറ്റ് മിഠായി, കാരക്ക, സോപ്പ്, ഇത് പിസ്ത, ഇത് അണ്ടിപ്പരിപ്പ്. വാട്ട്സ് ദിസ്? എവിടെ ഓർക്ക? അവിടെ തന്നെ ആവും. അവിടെ തന്നെ ആവും. ഞാൻ കാണിച്ചു അവിടെ തന്നെ. അവിടെ അല്ല പിന്നെ അവിടെ. വാവ് പെർഫ്യൂം. അപ്പോൾ ഒരു പെർഫ്യൂം. ഇതൊക്കെ നമ്മൾക്ക് ഷർഫാക്കാരൻ്റെ വക. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ സ്മെല്ല് എന്താ മണ്ണല്ലേ. ആഹാ സൂപ്പറായി അല്ലേ. ആ ചോക്ലേറ്റ് ഇപ്പോഴും ആയി. ഇനി പച്ചന് ഇഞ്ഞും കൊണ്ടണ്ട. വീണ്ടും അടുത്ത ചോക്ലേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ചോക്ലേറ്റ് എത്തി അല്ലേ. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ വണ്ടി പോയി. ഈ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ, വണ്ടി പോകുന്ന വണ്ടിയെ യാത്ര ആക്കുന്നൊരു വീഡിയോ പറഞ്ഞു. അടുത്തത് നല്ല എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കാം തീർച്ചയായിട്ടും. നല്ല നല്ല വീഡിയോകൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. എന്നും ഓട്ടോ ഓടുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ വേണ്ടിയാൽ പിന്നെ വരാം.